നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാർട്ടിയിൽ ഒറ്റപ്പെട്ട രാഹുൽ. രാജി വേണമെന്ന ആവശ്യത്തിൽ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ട്. കടുപ്പിച്ച് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും. മാറി നിൽക്കണമെന്ന വനിതാ നേതാക്കളും. രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കാനും പാർട്ടി. ഹൈക്കമാൻഡും രാഹുലിനെ കൈയൊഴിഞ്ഞു. അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. ഘടകകക്ഷികളും രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിൽ. മണ്ഡലത്തിലേക്ക് പോകാതെ അടൂരിൽ തുടർന്ന് രാഹുൽ. ജെ.പി.സി സഹകരണത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം. സഹകരിക്കില്ലെന്ന് തൃണമൂലും സമാജ്വാദി പാർട്ടിയും. വിയോജിപ്പറിയിക്കാൻ വേദി ഇല്ലാതാകുമെന്ന് കോൺഗ്രസും ഇടതു പാർട്ടികളും. തർക്കം തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാര്യത്തിൽ. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. ആദ്യം അറസ്റ്റിലായ അബൂബക്കറിനെതിരെ ഇല്ലാത്ത തെളിവുണ്ടാക്കിയെന്ന് കുടുംബം. കത്ത് നൽകാൻ പോയതിന്റെ പേരിൽ കൊലപാതകിയാക്കിയെന്നും ആരോപണം. കേരളത്തിൽ ജോലി ചെയ്യുന്ന ബംഗാളി തൊഴിലാളികളെ തിരികെ വിളിക്കാനുള്ള മമതാ ബാനർജിയുടെ നീക്കത്തിൽ സംസ്ഥാനത്ത് ആശങ്ക. തൊഴിൽ മേഖലയിൽ ഗുരുതര പ്രതിസന്ധിക്ക് സാധ്യത. കേരളത്തിലെ 35 ലക്ഷം അതിഥി തൊഴിലാളികളിൽ 41% ബംഗാളികൾ. തുടരാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് തൊഴിൽ മന്ത്രി. ചേതേശ്വർ പൂജാര വിരമിച്ചു. ക്രീസ് ഒഴിയുന്നത് ദ്രാവിഡിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വൻമതിലായിരുന്ന താരം. വിശദമായി നോക്കാം. യുവതികളുടെ വെളിപ്പെടുത്തലിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയിലേക്ക്. ഷാഫി പറമ്പിൽ ഒഴികെ നേതാക്കൾക്കെല്ലാം രാഹുൽ രാജിവെക്കണമെന്ന പൊതുവികാരമാണ്. ഇനിയും തെളിവുകൾ പുറത്തുവരാനിരിക്കെ രാജി നീട്ടിക്കൊണ്ടുപോയാൽ പാർട്ടി അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു. ആദ്യ ദിവസങ്ങളിൽ രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന കെ മുരളീധരനും പുറത്തുവന്ന ശബ്ദരേഖാ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്ന നിലപാടിലേക്ക് മാറി. ഈ ആരോപണം ഉയർന്നപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. പക്ഷെ അതേസമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം. ഇവിടെ ഇതുവരെയായിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം. അത് പൂർണ്ണമായിട്ടും അവരന്വേഷിക്കട്ടെ. പക്ഷെ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു. ഞങ്ങൾ ഒരിക്കലും ഇപ്പം നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ ഈ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ, ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ്, ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും. അത് മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും. എം.എൽ.എ. സ്ഥാനത്ത് നിന്ന് മാത്രമല്ല മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായമാണ് വനിതാ നേതാക്കൾക്ക്. ഇതിനകത്ത് രാഹുലിനി മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്.
ഉചിതമായ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ഇത് പൊതു മനസാക്ഷിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി അല്ലെങ്കിൽ സ്ത്രീകളെ ആശങ്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇതിപ്പോ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇതിനാണ് പ്രസക്തി. MLA സ്ഥാനത്തിന്റെ കാര്യത്തിലും അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള രാജി സാധാരണഗതിയിൽ ഒരു കൺവിക്ഷൻ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ചില സാഹചര്യത്തിലോ ആണ് ജനപ്രതിനിധി നിയമപ്രകാരം തന്നെ അതെടുക്കേണ്ടത്. ഒരു ഷേഡിയായിട്ട് ഒരു യുവ MLA, കോൺഗ്രസിന്റെ MLA അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പുതിയ ഞാൻ പറയുന്ന മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോ അത്തരത്തിൽ പോലും കോൺഗ്രസ് ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും ആർജവമുള്ള, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കും. കുറ്റക്കാരെ സംരക്ഷിക്കാൻ പാടില്ലെന്നും ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നും വടകര MLA KK രമ ആവശ്യപ്പെട്ടു. ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല. നിരവധി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് ആ പാർട്ടി ആ തീരുമാനം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ആ പാർട്ടി എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും വിഷയമേ അല്ല, ഒരു മാതൃകാപരമായ തീരുമാനമായിട്ടുണ്ടാകണം. പ്രതിഷേധം ഭയന്ന് പൊതുപരിപാടികൾ ഒഴിവാക്കി അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും ഒരേ സ്വരത്തിൽ രാജി ആവശ്യപ്പെടുകയാണ്. AICC ആകട്ടെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിരിക്കുന്നു. അപ്പോൾ അധികം വൈകാതെ മണിക്കൂറുകൾക്കകം ഒരുപക്ഷെ രാജി പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കണം. ഗൗരവമേറിയ കൂടുതൽ പരാതികൾ നേതൃത്വത്തിന് മുമ്പിലേക്ക് എത്തും എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയധികം സമയം സംരക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പോലും കൈവിടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാജിവെക്കാനുള്ള സാധ്യത ഒരു പക്ഷേ കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ 2 ദിവസത്തിനകത്തെ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, അതായത് പാർട്ടിയുടെ തലപ്പത്തുള്ള സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും പുറമെ മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ അവരെ ഫോണിലും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. പക്ഷേ 2 ആശങ്കകൾ നേതൃത്വത്തിന് മുമ്പിൽ ബാക്കിയാകുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ രാജിവെപ്പിച്ചാൽ അത് കൃത്യമായി രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയൊരു പ്രതിരോധമായി മാറും. സമാന ആരോപണം നേരിട്ട മറ്റ് ആളുകൾ ഭരണകക്ഷിയിൽ ഉൾപ്പെടെ തുടരുമ്പോൾ രാഹുലിനെതിരെ പോലീസിന് ഒരു പരാതി പോലും ലഭിക്കാതിരുന്നിട്ടും പാർട്ടി കർശനമായ നടപടിയെടുത്തു എന്നൊരു പ്രചാരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ആക്ഷേപം നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന സാഹചര്യം വന്നാൽ ഡിസംബർ മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ എന്ന വലിയ ആശങ്ക നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. കാരണം അവിടെ ഇപ്പോൾ തന്നെ രണ്ടാമത് നിൽക്കുകയാണ് BJP. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനായതിന് പിന്നാലെ BJPയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സ്വാധീനമുള്ള മുഖത്തെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളി നേരിടും. ഏതെങ്കിലും വിധേയത അവിടെ വീണ്ടും താമര വിരിയുന്ന സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിന്റെ നിയമസഭാ പ്രതീക്ഷകളെ വരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന സന്ദേഹത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. അതുകൊണ്ടാണ് തിടുക്കത്തിലൊരു നടപടി വേണ്ട, രാജി ഇപ്പോൾ ആവശ്യമില്ല എന്ന നീക്കമൊക്കെ നേതാക്കളുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളുടെ ഗൗരവം കണക്കിലെടുക്കുകയും മറ്റ് വനിതാ നേതാക്കൾ, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ നിലപാട് പരസ്യമാക്കി രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുലിന് MLA സ്ഥാനത്ത് അധിക സമയം തുടരാനാവില്ല. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രാജി ഉണ്ടായേക്കും എന്നാണ് സൂചന. ഏതെങ്കിലും വിധേന രാജി എന്ന തീരുമാനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ KPCC അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ പുറത്താക്കുന്ന കടുത്ത നടപടികളിലേക്ക് നേതൃത്വം കടക്കും. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഇത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ഏക പോംവഴി എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടി ഇനിയും തുടരുന്നത് നാണക്കേടാണ്. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ സംരക്ഷിക്കുകയാണെന്നും K കൃഷ്ണൻകുട്ടി വിമർശിച്ചു. രാജി ആവശ്യപ്പെടുന്നതല്ല, അല്ലെങ്കിൽ പുറത്താക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, അതൊരു ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഒരു കടപ്പാടില്ലേ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക്.
അത് ചെയ്യണം, അത് പാർട്ടിയും ഇത് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ്. ഇത് ഇത്രയും ഇന്നലെ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടല്ലോ ഫോണിൽ, ഇതൊക്കെ കണ്ടിട്ട് ഇനി അത് ചെയ്യാന്ന് പറഞ്ഞത് ഒരു വളരെ നാണക്കേട്. അല്ല, അത് അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് അന്വേഷിക്കുന്നില്ലല്ലോ. ഇല്ല, അതൊക്കെ ഞാനിപ്പോൾ അത് പോലീസാണ് നോക്കേണ്ടത്. എനിക്കതിന് സാങ്കേതികമായ എന്താണെന്ന് അറിയില്ല, ഓഡിയോ സംഭാഷണത്തിൽ എടുക്കുമെന്ന് അറിയില്ല. കേരള സ്കൂൾ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പാലക്കാട് MLA അതിൽ പങ്കെടുക്കുമല്ലോ എന്നുള്ളവർ എനിക്കറിയില്ല. എന്തായാലും പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സംഘാടക സമിതി യോഗം അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ വൈകുന്നേരം പാലക്കാടത്തേക്ക് പോകും. എന്തായാലും അദ്ദേഹം അധ്യക്ഷം വഹിക്കുന്നില്ല. കുട്ടികളെല്ലാം വന്നിരിക്കുമ്പോൾ ഈ ടെലിവിഷനിലെല്ലാം കണ്ടിട്ടില്ലേ കുട്ടികൾ വരുന്നത്. എല്ലാ കുട്ടികളും ടെലിവിഷൻ കാണുകയും വീട്ടിൽ നടക്കുന്ന ചർച്ചയിലൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പലതിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാ. എന്നും പത്രത്തിൽ കണ്ടു, ഈ കുട്ടികളുള്ള വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ ടെലിവിഷൻ ഓൺ ചെയ്യാൻ പ്രയാസമാണ്. കാരണം വെച്ചാൽ 75% വാർത്തകളും ഈ വാർത്തകളാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ, നിഷേധിക്കുന്നെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ, സിവിലായും ക്രിമിനലായും കേസ് കൊടുക്കട്ടെ. അതിന്റെ മാന്യത എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള സംഭവവികാസങ്ങളാണ്. പത്തനംതിട്ട മുൻ SP-ക്കെതിരെ വനിതാ SI-മാർ ഉന്നയിച്ച പരാതിയിൽ ആഭ്യന്തര അന്വേഷണം. വനിതാ SI-മാരുടെ മൊഴി രേഖപ്പെടുത്തിയ റേഞ്ച് DIGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചു, അനുകൂല സമീപനം ഉണ്ടാകാതിരുന്നപ്പോൾ ശിക്ഷണ മനോഭാവത്തോടെ പെരുമാറി തുടങ്ങിയവയാണ് SP-ക്കെതിരായ പരാതി. കേരളത്തിലെ പൊതുപ്രവർത്തകരടക്കം ലൈംഗികാരോപണം നേരിടുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കടക്കം കളങ്കം വരുത്തുന്ന തരത്തിൽ ലൈംഗികാരോപണവുമായി വനിതാ SI-മാർ രംഗത്ത് വന്നിട്ടുള്ളത്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നും ഇതിന് അനുകൂലമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു എന്നും കാട്ടിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾക്കൊപ്പം തന്നെ ഇതിന് അനുഭാവപൂർണമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികളും അതിനനുസരിച്ചുള്ള കൂടുതൽ കടുത്ത കാര്യങ്ങളിലേക്കടക്കം ഈ SP കടന്നിരുന്നു എന്നാണ് വനിതാ SI-മാർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയം ലൈംഗികാരോപണത്തിനിടെ പ്രക്ഷുബ്ധമായിരിക്കുന്നതിനിടയിലാണ് പോലീസ് സേനയിൽ നടക്കം കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഈ പരാതിയും അതിനെ തുടർന്നുള്ള റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള അന്വേഷണം നടത്തി കനത്ത അച്ചടക്ക നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മമതാ ബാനർജി എത്ര വാഗ്ദാനങ്ങൾ നൽകിയാലും ബംഗാളികൾ കേരളം വിട്ട് മടങ്ങിപ്പോകില്ലെന്ന പ്രതീക്ഷയിലാണ് മലയാളികളായ തൊഴിലുടമകൾ. മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ച വേതനമാണ് ഇവിടെ അവർക്ക് നൽകി വരുന്നത്. അതല്ല നാട്ടിൽ നിന്നുള്ള ഓഫർ സ്വീകരിച്ച് ബംഗാളികൾ തിരികെ പോയാൽ അത് സാരമായി തന്നെ തൊഴിലിടങ്ങളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എറണാകുളം ജില്ലയിൽ മാത്രം 6 ലക്ഷം അതിഥി തൊഴിലാളികളാണുള്ളത്. അതിൽ 80% പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ്. ആലുവ, കണയന്നൂർ, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പറവൂർ എന്നിവിടങ്ങളിൽ വർഷങ്ങളായി കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരുണ്ട്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് മേഖലയിൽ ബംഗാളിലെ മൂർഷിദാബാദ്, ജയ്പാഗുഡി, കൂച്ച് ബിഹാർ, നാദിയ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏറെയും. മമതാ ബാനർജി മുന്നോട്ടുവെച്ച വാഗ്ദാനങ്ങൾ കേരളത്തിലെ ബംഗാളികൾ സ്വീകരിക്കില്ല എന്നാണ് സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MH റിയാസ് പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഒരു ബിഗ് നോ തന്നെയായിരിക്കും. ഒരു മിനിമം വേതനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു 30,000 rupees, 25,000 to 30,000 മിനിമം വേതനം അവർക്ക് ലഭിക്കുന്നുണ്ടാകും. ആ ഒരു മിനിമം വേതനമായ 25,000 to 30,000 കളഞ്ഞിട്ട് അവർ ഈ 5,000 രൂപക്ക് വേണ്ടിയിട്ട് അവരുടെ നാടുകളിലേക്ക് ആ പണത്തിന് വേണ്ടി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പോകില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് ഇവിടെ ലഭിക്കുന്ന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ കുട്ടികൾക്കുള്ള സ്കൂൾസ്, ഹോസ്പിറ്റൽസ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നതല്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചുകൂടി അപ്രോച്ചബിളായിട്ട് നമുക്ക് അടുത്ത് തന്നെ ഇതെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ്. 25 വർഷമായി പെരുമ്പാവൂരിലെ സൗത്തേൺ പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കേരളം സ്വന്തം നാടായാണ് കണക്കാക്കുന്നതെന്നും
ഇവിടം വിട്ടുപോകാൻ ഇവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും സ്ഥാപന ഉടമ കൂടിയായ റിയാസ് പറയുന്നു. 25 വർഷമായിട്ട് അവിടെ ജോലി എടുക്കുന്ന തൊഴിലാളികൾ ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും അവർ ഇവിടെ നിന്ന് വിവാഹം കഴിച്ചിട്ട് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ച് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് അവരുടെ മക്കളൊക്കെ ഇവിടെ സ്കൂളുകളിലൊക്കെ പഠിച്ച് അവരുടെ സൗഹൃദവും അവരുടെ ബന്ധങ്ങളും അവരുടെ ജീവിത രീതികളും എല്ലാം അവരൊരു മലയാളികളായി, അവരൊരു മലയാളിയാണ്. അവർ ചിലപ്പോൾ ചില കുട്ടികളൊന്നും വെക്കേഷന് പോലും അവരുടെ നാടുകളിലേക്ക് ഇതുവരെയായിട്ട്, അതായത് 10-15 വർഷമായിട്ട് പോകാത്ത കുട്ടികൾ വരെയുണ്ട്, ഇവിടെ തന്നെ നിന്ന് പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാട്ടിൽ ചെന്ന് അവിടുത്തെ നാട്ടിലെ രീതികളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചവർ അവർ വീണ്ടും അവരുടെ ജന്മനാടിനെ പറിച്ചു നടുന്നത് പോലെ തന്നെയായിരിക്കും അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള ബംഗാളികൾക്ക് മാത്രമേ ഈ തീരുമാനം ബാധകമാവുകയുള്ളൂ എന്നാണ് സെന്റർ ഫോർ മൈഗ്രന്റ് ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനോയ് പീറ്റർ പറയുന്നത്. ഉയർന്ന കൂലി, കൂടുതൽ ജോലി അവസരം, സമാധാന അന്തരീക്ഷം, വിവേചനം കുറഞ്ഞ ജോലി സാഹചര്യം ഇതെല്ലാമാണ് അതിഥി തൊഴിലാളികളെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. മറ്റു നാടുകളെ അപേക്ഷിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലേക്ക് ബംഗാളിൽ നിന്നും അസമിൽ നിന്നുള്ള തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാരണം ഇന്ന് പരക്കെ ലോകത്തുള്ള ഇസ്ലാമോഫോബിയ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം തൊഴിലാളികൾക്ക് നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തൊഴിലാളികൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇയാളൊരു ഹരിജനാണോ അതോ ആദിവാസിയാണോ മുസ്ലിമാണോ എന്നുള്ള അങ്ങനെയുള്ള ഒരു വേർതിരിവും കേരളത്തിലില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മേസ്തിരിക്ക് ദിവസം 1200 രൂപ വരെ കൊടുക്കുന്ന നേരത്ത് ബംഗാളികൾക്ക് 700 രൂപ കൊടുത്താൽ മതി. കള്ളപ്പണിയില്ലെന്ന് മാത്രമല്ല, മടിയില്ലാതെ പണിയെടുക്കാൻ ഇവർ തയ്യാറാണ്. ഭായിമാരെ പണിക്ക് വിളിക്കുന്നവരുടെ അഭിപ്രായമാണിങ്ങനെ. ദീദിയുടെ ഓഫർ എടുത്ത് ബംഗാളി ഭയ്യമാർ ഈ നാട് വിടുമോ? അതോ ഇവിടം മതി, കർവാപ്പസിക്കില്ലെന്ന മമതയോട് ഒരു മമതയും ഇല്ലാതെ പറയുമോ? തീരുമാനം രണ്ടിലേതായാലും അത് മലയാളികൾ ഉറ്റുനോക്കുന്നത് തന്നെയാണ്. കാരണം ഇവർ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണിപ്പോൾ. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. തൊഴിലാളികളെ മമതാ ബാനർജി തിരിച്ചു വിളിച്ചത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യം കേരളത്തിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച സംസ്ഥാനം കേരളമാണെന്നും ന്യൂസ് 18 വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നുള്ള പേര് മാറ്റി അതിഥി തൊഴിലാളികളെന്നാക്കി മാറ്റിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഞങ്ങൾ അവരെ കേവലം തൊഴിലാളികളായിട്ട് മാത്രം കാണുന്നവരല്ല. ഞങ്ങളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങൾ പരിഗണന കൊടുക്കുകയാണ്. കേരളത്തിന്റെ വികസന യാത്രയിൽ അവർ വഹിക്കുന്ന പങ്കിനെ ഞങ്ങൾ മാനിക്കുകയാണ്, അല്ല ഞങ്ങൾ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പേര് വിളിക്കുകയും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പോലുള്ള ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ അതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവും. അവർക്ക് മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നു. തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ കാര്യത്തിൽ ശക്തമായി നമ്മൾ ഇടപെടുകയാണ്. സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ, മികച്ച വേതനം, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, കുട്ടികളുടെ വിദ്യാഭ്യാസം, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലുമുള്ള അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് അവരെ പ്രത്യേക ഒരു പരിഗണനയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ ഓരോ തൊഴിലാളികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ബംഗാൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ആഭ്യന്തര വിഷയമാണ്. എന്നാൽ കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും ഞങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. അവരിവിടെ സുരക്ഷിതരാണ്. അവരുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ഈ നിലപാട് ഞങ്ങൾ എന്നും തുടരുന്നു. കേരളം ആണ് ഇന്ത്യക്ക് തന്നെ മാതൃക. മിനിമം വേതനം നടപ്പിലാക്കി കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. 62 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഇന്ന് ക്ഷേമനിധി ബോർഡ് അംഗങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഇല്ല. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ തന്നെ റദ്ദ് ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ അതിഥി തൊഴിലാളികളെ ഒരു സംസ്ഥാനത്തു നിന്ന് ഇറക്കി വിടുന്നത് അത് ഒട്ടും ഉചിതമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഏത് പൗരനും ഇന്ത്യ രാജ്യത്ത് ന്യായമായി നിയമപരമായി സഞ്ചരിക്കുവാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ഉള്ളപ്പോൾ
ഏകാധിപത്യപരമായി അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് തൊഴിലാളി വിരുദ്ധ നിലപാടാണ്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് പ്രത്യേക വിലക്കുറവ്. കേര വെളിച്ചെണ്ണ ലിറ്ററിന് 445 രൂപ നിരക്കിൽ ലഭിക്കും. വെളിച്ചെണ്ണയ്ക്ക് അനിയന്ത്രിതമായി വില ഉയർന്ന സാഹചര്യത്തിൽ 529 രൂപ വിലയുള്ള 1 ലിറ്റർ കേര വെളിച്ചെണ്ണ നേരത്തെ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ 457 രൂപയ്ക്ക് നൽകിയിരുന്നു. സപ്ലൈകോ ശബരി ബ്രാൻഡിലെ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ 349 രൂപയ്ക്കും സബ്സിഡി ഇതര നിരക്കിൽ 429 രൂപയ്ക്കും നൽകുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ വില വർധനമാണ് കഴിഞ്ഞ കുറേ കാലമായി മലയാളിയെ ആശങ്കപ്പെടുത്തിയിരുന്നത്. ഓണക്കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ആശങ്ക തന്നെ ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ആഴ്ച മിനിസ്റ്റർ തന്നെ നമ്മളോട് നേരിട്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ വെളിച്ചെണ്ണയ്ക്ക് വില കുറയും. ഇന്നത്തെ പ്രത്യേകത 529 രൂപ MRP ഉള്ള കേരയ്ക്ക് ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ 445 രൂപയാണ് ാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള അടിയന്തരമായുള്ള വിലക്കുറവ് തന്നെയാണ്. അത് മാത്രമല്ല ഈ കേര ഫെഡിൻ്റെ തന്നെ ഈ ഉൽപ്പന്നത്തിനാണ്, അതായത് കേരയ്ക്ക് തന്നെയാണ് ഈ MRPയിൽ നിന്നും ഇത്ര അധികം വ്യത്യാസമുള്ളത്. വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ എത്തുന്ന എല്ലാവർക്കും ആ വിലയിൽ നിന്ന് കേര വെളിച്ചെണ്ണ ലഭിക്കും. അതേസമയം സപ്ലൈകോയുടെ തന്നെ ബ്രാൻഡായ ശബരി ഇപ്പോൾ 349 രൂപയ്ക്കാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. സബ്സിഡി റേറ്റ് 349 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വിലക്കുറവിലേക്ക് എത്തുമെന്നുള്ള മിനിസ്റ്ററുടെ പ്രഖ്യാപനം പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല വരുന്ന ദിവസങ്ങളിലും വെളിച്ചെണ്ണ വില ഏത് തരത്തിൽ കുറയ്ക്കാമെന്നുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരോട് സംസാരിച്ച് ചർച്ച ചെയ്ത് തീരുമാനത്തിലാക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇന്ന് കേരളത്തിലെ എല്ലാ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലും കേരയുടെ വില 445 രൂപയായിരിക്കും. അതുപോലെ തന്നെ ഓഗസ്റ്റ് മുതൽ ഈ ശബരി 349 രൂപയ്ക്ക് സബ്സിഡി വിലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പെരുമ്പാവൂർ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റാണുള്ളത്. ഇവിടുത്തെ മാനേജർ നമ്മളോടൊപ്പം ചേർന്ന മാനേജർ അരുൺ സർ, നല്ല തിരക്കുണ്ടോ? അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കേര വെളിച്ചെണ്ണ 529 രൂപയാണ് അതിൻ്റെ യഥാർത്ഥ വില. 457 രൂപയാണ് ഇവിടെ വിൽപ്പന വില വരുന്നത്. ഇന്നത് കൂടാതെ ഒരു പ്രത്യേക ഓഫറുണ്ട്. 12 രൂപ കൂടി കുറവ് വരും. 445 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ ശബരിയുടെ വെളിച്ചെണ്ണ സബ്സിഡി വെളിച്ചെണ്ണ 349 രൂപയ്ക്ക് ലഭ്യമാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മളൊരു 16-ാം തീയതി മുതൽ ഇപ്പോൾ ഇന്ന് വരെ 24-ാം തീയതി വരെ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ ഓഫർ ഉണ്ടായിരുന്നു. അതിന് നല്ല രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കേര വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞിട്ടുണ്ട്. 445 രൂപ എന്ന് പറയുന്നത് വലിയ, അതായത് മാർജിനിൽ നിന്ന് വലിയ മാറ്റമാണ്. 529 രൂപയാണല്ലോ MRP എന്ന് പറയുന്നത്. അപ്പോൾ സാധനം വാങ്ങാൻ എത്തിയതാണോ? സാധനം വാങ്ങാൻ വന്നതാണ്. കുഴപ്പമില്ല. ഓണമായിട്ട് വില കുറഞ്ഞതിൽ സന്തോഷമുണ്ട്. വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയായിരുന്നല്ലോ. അപ്പോൾ മാർക്കറ്റിൽ സർക്കാർ ഇടപെടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് നല്ല തിരക്കാണ്. പിന്നെ 2 to 4 വരെ ഉണ്ടാകുന്ന ഹാപ്പി അവേഴ്സിൻ്റെ ഓഫറിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. നല്ല കുറവാണ്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ വെളിയിൽ ഔട്ട്സൈഡ് 500 റുപ്പീസാണ്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് 7 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 79 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളിയെയാണ് വർക്കല അതിവേഗ കോടതി ശിക്ഷിച്ചത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് 9 വർഷം കഠിന തടവ്. പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം കഠിന തടവ് 30 വർഷം. പോക്സോ നിയമം 6-ാം വകുപ്പ് പ്രകാരം 40 വർഷം കഠിന തടവ്. 7 വയസ്സുകാരനോടുള്ള ക്രൂരതയ്ക്ക് ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളി ആകെ 79 വർഷം തടവനുഭവിക്കണം. 3 കേസിലും 50,000 രൂപ വീതം പിഴയുണ്ട്. പിഴയടയ്ക്കാതിരുന്നാൽ 1 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം. പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്നും 18 സാക്ഷികളെ വിസ്തരിച്ചു. 21 രേഖകളും 4 വക്കീൽ ഓഫീസ് MOസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കേസ് 377 IPC പ്രകാരം 9 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും. സെക്ഷൻ 4(3)(a) പോക്സോ ആക്ട് പ്രകാരം 30 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും. സെക്ഷൻ 6(5)(m) പ്രകാരം പോക്സോ ആക്ട് പ്രകാരം 40 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും ആണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകണം. കൂടുതൽ നഷ്ടപരിഹാരം അനുവദിക്കാൻ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി.
2019 കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴായിരുന്നു പീഡനം. വിവരം കുട്ടി രക്ഷിതാക്കളെ അറിയിക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കല്ലമ്പലം പോലീസാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആദ്യം അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബം. അബൂബക്കർ അല്ല കൊലയാളി എന്ന് തെളിഞ്ഞിട്ടും ഇല്ലാത്ത തെളിവുണ്ടാക്കി കുടുക്കാൻ ശ്രമിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അബൂബക്കർ റംലയുടെ വീട്ടിൽ പോയത് കത്ത് നൽകാനാണെന്നും ഇതിന്റെ പേരിൽ കൊലപാതകിയാക്കിയെന്നും മകൻ റാഷിം പറഞ്ഞു. പിതാവ് ഇതിൽ പെടുത്തുകയായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്ക് പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല. ഈ സംഭവം നടക്കുന്നത് ഞാൻ ഫോണിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. അന്ന് തന്നെ ഞാൻ വാപ്പാനെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വാപ്പ അതിന് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഞാൻ വാപ്പാടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം വാപ്പ എന്നെ എടുത്തിട്ട് കാര്യം പറഞ്ഞു, മോനെ ഇത് എന്നെ കുരുക്കാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നതെന്ന് വാപ്പ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു 8 മണിയായപ്പോഴത്തേക്കും അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. ഒരു വാപ്പിനെ കൊണ്ട് അവർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം വാപ്പിയെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വാപ്പനെ കണ്ടു. ഞാൻ സ്വീകരിച്ച് സാറേ ഞാൻ വാപ്പനെ ഒന്ന് പോയി കണ്ടോട്ടെന്ന് ചോദിച്ചു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ സാറേ ഒന്ന് സമാധാനിപ്പിക്കാനാണെന്ന് പറഞ്ഞു. എൻ്റെ വാപ്പ എന്നെ കണ്ടപ്പം കെട്ടിപ്പിടിക്കുകയെ കരയുക വാപ്പി ചെയ്തു. മോനെ എന്നെ പെടുത്തിയാണെന്ന് വാപ്പി പറഞ്ഞിട്ടുണ്ട്. അത് വാപ്പി ഒരിക്കലും വാപ്പി ഇങ്ങനെ ചെയ്യത്തില്ല. ഇത് കളവാണ്. ഒരു പോലീസ് ഓഫീസർ പേര് നവാസ് എന്നോ അങ്ങോട്ടാണ്. ഞാൻ അദ്ദേഹത്തിന് നിജസ്ഥിതി അറിയാൻ വേണ്ടി ചെന്ന് ചോദിച്ചായിരുന്നു എന്താണെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഫോൺ വാപ്പ കൃത്യം നടത്തിയതിന് ശേഷം അവിടുന്ന് ഫോൺ എടുത്ത് പള്ളി കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് അത് ഓഫ് ചെയ്തെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പള്ളിയുടെ അകത്ത് കൊണ്ട് വെച്ചു ഒളിപ്പിച്ചു. അതിനുശേഷം ഒരു രാവിലെ ആയപ്പോഴത്തേക്കും വെളുക്കാറായപ്പം പാപ്പി ആ ഫോൺ അങ്ങ് എടുത്ത് സൈക്കിളിൽ തോട്ടപ്പള്ളിയിലേക്ക് പോയെന്നാണ് എൻ്റെ അടുത്ത് ആ നവാസ് എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇപ്പം കിട്ടിയിരിക്കുന്നത് വാപ്പി എടുത്ത് എന്ന് പറയപ്പെടുന്ന ആ ഫോണാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. നിരപരാധിയാണ് എൻ്റെ വാപ്പ. അവിടെ ഇപ്പോൾ വാപ്പ അവിടെ ജോലി 20 വർഷത്തിന് മേളിലായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 302 വകുപ്പ് പ്രകാരമാണ് വാപ്പ ജയിലിനുള്ളിൽ കിടക്കുന്നത്, റിമാൻഡിൽ കിടക്കുന്നത്. അതുപോലും വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയോട് സഹകരിക്കണമോ എന്ന കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം. JPC-യിലേക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യില്ലെന്നാണ് തൃണമൂലിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നിലപാട്. JPC പ്രഹസനമാണെന്നും ബിൽ അവതരണത്തിൽ തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രെയിൻ പ്രതികരിച്ചു. എന്നാൽ സഹകരിച്ചില്ലെങ്കിൽ വിയോജിപ്പറിയിക്കാൻ വേദി ഇല്ലാതാകുമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും ഉള്ളത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കത്തിന് തിരിച്ചടി. ഇന്ത്യ സഖ്യം ചർച്ച നടത്തിയില്ലെന്നും കർഷകർ നേരിടുന്ന വളപ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കുന്നവർക്ക് ഒപ്പം നിൽക്കുമെന്നും BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു പ്രതികരിച്ചു. YSR കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പിന്തുണച്ചേക്കുമെന്നാണ് വിവരം. 2 പാർട്ടികൾക്കുമായി 15 MPമാരാണ് ഉള്ളത്. ചേതേശ്വർ പൂജാര രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യയ്ക്കായി 103 ടെസ്റ്റിൽ നിന്ന് 7195 റൺസ് നേടിയിട്ടുണ്ട്. 206 റൺസാണ് ടെസ്റ്റിലെ ഉയർന്ന സ്കോർ. 19 സെഞ്ചുറിയും 35 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി അവസാനം കളിച്ചത് 2023-ലാണ്. രാഹുൽ ദ്രാവിഡിനു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വൻ മതിലായി ക്രിക്കറ്റ് ലോകം വാഴ്ത്തിപ്പാടിയ താരമാണ് ചേതേശ്വർ പൂജാര. 2010 ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അരങ്ങേറ്റം.